ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെൽനാസ് അക്കാദമി പോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്രിറ്റ് ലൈഫ് വിത്ത് ഹെൽന, ആ ചാനലും നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതിനെല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള OETയുടെ റൈറ്റിംഗ് ഡിസ്കഷനുമായിട്ടാണ് കേട്ടോ. റീസെൻ്റ് എന്ന് പറയുമ്പോൾ April 9th നടന്ന എക്സാമിൻ്റെ. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മുടെ ടുഡേയ്സ് ഡേറ്റ്, അതായത് OETയുടെ ലെറ്റർ എഴുതേണ്ട ഡേറ്റ് അവർ തന്നിരിക്കുന്നത് January 8th ആണ്. നമുക്കിപ്പോൾ January 8th തൊട്ടുള്ള എക്സാമിന് എല്ലാ ദിവസവും, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സാമിനും എപ്പോഴും January 8th തന്നെയാണ് ടുഡേയ്സ് ഡേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അതെന്താണാവോ, എന്തായാലും ഓക്കെ, January 8th ആണ് നമ്മുടെ ടുഡേയ്സ് ഡേറ്റ്, അതായത് ലെറ്ററിലെ ഡേറ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴും പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളുടെ റോൾ ആദ്യം നോക്കുക. നമ്മുടെ റോൾ എന്ന് പറയുന്നത് യു ആർ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻറ്റിനെ ഹോം വിസിറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണ് നമ്മളെന്ന് പറയുന്നത്, നമ്മുടെ റോള്. ഓക്കെ, ഇനി പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു ഫീമെയിൽ, മിസ്സിസ് എക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ എൽഡർലി ആയിട്ടുള്ള ഒരു ഫീമെയിൽ പേഷ്യൻ്റാണ്, 89 years ഓൾഡുള്ള ഒരു എൽഡർലി പേഷ്യൻ്റാണ്. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ കറൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വേണ്ടി ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്. പക്ഷെ അതിവിടെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ, അത് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ കറൻ്റ്ലി ഉള്ള പേഷ്യൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, പേഷ്യൻറ്റിന് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് കഴിഞ്ഞത്. അതുകൊണ്ട് റൈറ്റ് നീയിൽ അൾസർ ഫോം ചെയ്യാണ്. ആ അൾസർ ഫോം ചെയ്തത് കാണുന്നത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണ്. തുടർന്നുള്ള വിസിറ്റുകളിലുള്ള ഈ അൾസറുടെ ഡെവലപ്മെൻറ്റും അത് വേഴ്സണായ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ ത്രൂ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അൾസറിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പേഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡയഗ്നോസിസ്. അപ്പോൾ ഇതാണ് അൾസറാണ് കേട്ടോ, റിലേറ്റഡ് ടു, അല്ലെങ്കിൽ സെക്കൻഡറി ടു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ നമ്മളുടെ റിസീവർ എന്ന് പറയുന്നത് നേഴ്സിംഗ് ഹോം കെയർ മാനേജറാണ്. നേഴ്സിംഗ് ഹോമിൽ അവിടുത്തെ മാനേജർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. പിന്നെ ഇവർ കറക്റ്റായിട്ട് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുണ്ട്. റൈറ്റ് എ ട്രാൻസ്ഫർ ലെറ്റർ, പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, റൈറ്റ് എ ട്രാൻസ്ഫർ ലെറ്റർ ടു നേഴ്സിംഗ് ഹോം കെയർ മാനേജർ ഫോർ എന്തിനാണ് ഓൺഗോയിങ് കെയർ. ഓക്കെ, ഇൻക്ലൂഡിങ് പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് നീഡ്സ്. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റെ നീഡ്സും അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്, കറൻറ്റ് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നേഴ്സിംഗ് കെയർ ഹോമിലെ മാനേജർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഹോം കെയർ മാനേജർക്ക് നമ്മൾ ഓൺഗോയിങ് കെയർ ആണ് അവിടെ വേണ്ടത് പേഷ്യൻറ്റിന്, അതായത് കണ്ടിന്യൂസ് കെയർ ആണ്. പേഷ്യൻ്റ് ഇനി മുതൽ അവിടെ പെർമനൻറ്റ് റെസിഡൻറ്റ് ആവാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് നോൺ കേസാണോ അൺനോൺ കേസാണോ? ഓഫ് കോഴ്സ് ഇതൊരു അൺനോൺ കേസാണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫർ ലെറ്ററാണ്. റിസീവർ എന്ന് പറയുന്നത് നേഴ്സിംഗ് കെയർ ഹോമിലെ മാനേജറാണ്. നമ്മളെന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണ്. പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു 89 years ഓൾഡ് ആയിട്ടുള്ള ഒരു എൽഡർലി പേഷ്യൻറ്റ്, ഫീമെയിൽ പേഷ്യൻ്റാണ്. പ്ലസ് അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറിന് തുടർന്നുള്ള അൾസറാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻ്റെ ഫാമിലി ഹിസ്റ്ററി ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പേഷ്യൻറ്റിന് എന്തൊരു റിട്ടയർഡ് ഷോപ്പ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ റിട്ടയർഡ് ആയി, കാരണം 89 years ഓൾഡായി. പേഷ്യൻറ്റിന് ഇപ്പോൾ ജോബൊന്നുമില്ല, റിട്ടയർഡ് ആയ ഒരാളാണ്. വിഡോ ആണ്, അതായത് ഹസ്ബൻഡ് ഇല്ല, അപ്പം വിഡോ ആണ്, ലീവ്സ് എലോൺ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് നേഴ്സിംഗ് കെയർ ഹോമിലോട്ട് മാറുന്നത്, അതിന് ആസ്പദമായിട്ടുള്ള മെയിൻ റീസൺസ് ഇതൊക്കെയാണ്. പേഷ്യൻ്റ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഡിപ്പെൻഡൻസ് ആരും ഇല്ല, ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല പേഷ്യൻ്റ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് ലീവ്സ് എലോൺ ആണെന്നുള്ള കാര്യം, അതുപോലെ വിഡോ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം കേട്ടോ. ദെൻ നോ ചിൽഡ്രൻ, എനിക്ക് കുറച്ച് പേര് അയച്ചെന്നതിൽ നോ ചിൽഡ്രനും കുറച്ച് പേര് അയച്ചെന്നതിൽ ചിൽഡ്രൻ ലിവ് ഇൻ എബ്രോഡ് എന്നാണ് എഴുതിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ അത്, ഇപ്പോൾ നോ ചിൽഡ്രൻ ആണെങ്കിൽ നോ ചിൽഡ്രൻ എന്ന് എഴുതുക. ദെൻ പേഷ്യൻ്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോൾ ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിനെ തുടർന്നായിരിക്കാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് വീഴുമ്പോഴാണ് നമുക്ക് സർജറികളും, അതല്ലെങ്കിൽ ഇവിടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പം എന്താ പറയുക, കുറേ മൾട്ടിപ്പിൾ ഫോൾ ഡൗൺ നടന്നിട്ടുണ്ട് കുറേ. ദെൻ പേഷ്യൻറ്റിനെ ഇതിനകത്ത് ഒരു കാര്യം കൂടി കുറച്ച് പേർക്ക് എന്താ പറയുക ഡൗട്ടായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർഗ്ലർ അറ്റാക്ക് ഹാപ്പൻഡ് ആൻഡ് ഫിയർ ടു ലീവ് അലോൺ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബർഗ്ലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് ചിലർക്ക് മനസ്സിലായി കാണില്ലായിരിക്കാം. ബർഗ്ലർ എന്ന് പറഞ്ഞാൽ
അതായത് മോഷണമാണ് അവിടെ. ബർഗ്ലറി എന്ന് പറഞ്ഞാൽ തെഫ്റ്റാണ് നടന്നത്, അവിടെ മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ ബർഗ്ലർ എന്ന് പറയുമ്പോൾ കള്ളൻ എന്നാണ് അർത്ഥം വരുന്നത്. ബർഗ്ലർ അറ്റാക്ക് ഹാപ്പൺ അങ്ങനെ നടന്നതുകൊണ്ട് പേഷ്യൻ്റ് അതുവരെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നെങ്കിലും പിന്നീട് കൂടുതലായിട്ട് ഫിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ഓൺ ഡിസിഷനാണ് എന്തിന് ടു മൂവ് ടു എ നേഴ്സിംഗ് ഹോമിലേക്ക് മാറുന്ന കാര്യം പേഷ്യൻ്റ് തന്നെ ഡിസൈഡ് ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് സോഷ്യൽ ഹിസ്റ്ററിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പേഷ്യൻ്റ് ഫിയർ ഉണ്ട്, ബർഗ്ലർ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി പേഷ്യൻ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ട് കിടക്കാം. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ജൂൺ 2018 ഉണ്ടായിട്ടുള്ളതാണ് പേഷ്യൻറ്റിന്. പിന്നെ റൈറ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി നടന്നത് നവംബർ 2021 ഹൈപ്പർ ടെൻഷൻ സിൻസ് 2012 തൊട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പം ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ മെയിനായിട്ട് ഇപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് 2018 തൊട്ട് ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അതിൻ്റെ കറക്ഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞത്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അവിടെ പറയേണ്ട ആവശ്യമില്ല. ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി പറയേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. കാരണം അത് കഴിഞ്ഞതാണ്. എന്നാണ് 2021. നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് 2022 ജനുവരി 8 എക്സാമിൻ്റെ ഡേറ്റ് തന്നിരിക്കുന്നത്, ടുഡേസ് ഡേറ്റ്. അപ്പോൾ 2 months ബിഫോറാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കത് മെൻഷൻ ചെയ്യാം കേട്ടോ. നവംബറിൽ 2021 ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ കാര്യം നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. പക്ഷെ അതോടെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അതോടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഹൈപ്പർ ടെൻഷൻ സിൻസ് 2012 അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും വേണം. കാരണം ഈ പേഷ്യൻ്റ് ഇനി മുതലേ നമ്മുടെ നഴ്സിംഗ് കെയർ ഹോമിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷന് കുറച്ച് മെഡിസിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ പറയാം. ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടും നഴ്സിംഗ് കെയർ ഹോം മാനേജർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ദെൻ പിന്നെ ഈ ഒരു കാര്യം വിട്ടുപോയി, ഫാമിലി ഹിസ്റ്ററിയിൽ അവർ തന്നിട്ടുണ്ട് മദറിന് അബ്ഡോമിനൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഫാദർ ഡൈഡ് ഡ്യൂ ടു ഹാർട്ട് പ്രോബ്ലംസ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓൾറെഡി പേഷ്യൻ്റ് 89 ഇയർ ആയിട്ടുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രോബ്ലംസിലെ കറണ്ടായിട്ട് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് ഈ പഴയ ഫാദറിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അബ്ഡോമിനൽ സിസ്റ്റ് മദറിന് ഉണ്ടായിരുന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു യങ് പേഷ്യൻ്റാണ് പ്ലസ് ഒരു അങ്ങനെ ഹൈപ്പർ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഹാർട്ട് പ്രോബ്ലം ആയിട്ടാണ് ഫാദർ മരിച്ചെന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഇനി തടയാനൊന്നും ഇല്ല. ഹാർട്ട് പ്രോബ്ലംസ് വരാതിരിക്കും, കൊറോണറി ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമൊന്നും ഇനി ഇല്ല. 89 ഇയർ ആയി ഓൾറെഡി. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദെൻ ഇനി മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പാരസെറ്റമോൾ 500 mg OD ഫോർ 4 days. അപ്പോൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം 4 ദിവസത്തേക്കാണ് പാരസെറ്റമോൾ 500 mg OD പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി ആ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ പാരസെറ്റമോളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പാരസെറ്റമോളോട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അമിലോഡിപ്പിൻ 50 mg OD. അപ്പോൾ അമിലോഡിപ്പിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു പേഷ്യൻ്റാണ്, OD അമിലോഡിപ്പിൻ പോകുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളത് അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അമിലോഡിപ്പിൻ 50 mg ODയുടെ കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം കേട്ടോ. ദെൻ അത് നമുക്ക് വേണമെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പറയുമല്ലോ, നല്ലത് നമുക്ക് പേഷ്യൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ അതിനകത്ത് ഹൈപ്പർടെൻസീവ് ആണെന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഫോർ വിച്ച് ഹീ ഈസ് ഓൺ, അല്ല ഹീ അല്ല കേട്ടോ, ഷീ ആണ്, ജെൻഡർ മിസ്റ്റേക്ക് പാടില്ല. ഷീ ഈസ് ഓൺ അമിലോഡിപ്പിൻ 50 mg OD എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം കേട്ടോ. ഓൾറെഡി പറഞ്ഞു പോയേക്കാം. ദെൻ പിന്നെ എല്ലാ കുട്ടികൾക്കും കുറച്ചെങ്കിലും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പാനിക്കായിട്ടുള്ള സാഹചര്യം വരാനുള്ള കാരണം കുറേ ഡേറ്റുകൾ തന്നിട്ടുണ്ട്. എപ്പോഴും കുറേ വിസിറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വിസിറ്റ്സിൻ്റെ ഡേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു ടെൻഷനായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം അത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ നമ്മുടെ എക്സാം ഡേയിൽ നമ്മൾ ഓൾറെഡി ടെൻസ്ഡായി പോകും. അത് ആരായാലും ടെൻസ്ഡാവും. അപ്പോൾ കൂടുതൽ ഡേറ്റ് കാണുമ്പോൾ പാനിക് ആവാതെ നമ്മൾ നോക്കുക. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ നേഴ്സിംഗ് കെയർ മാനേജർക്കാണ് എഴുതുന്നത്. അപ്പോൾ അവർക്ക് ഓരോ ഡേറ്റിൽ ഇന്നത് നടന്നു അങ്ങനെ പറയേണ്ട ആവശ്യം ഒന്നാമതില്ല. പിന്നെ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സീറോ ആണെങ്കിൽ കൂടി എല്ലാ ഡേറ്റും നമ്മൾ എടുത്ത് പറക്കി എഴുതേണ്ട ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റിൻ്റെ കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പോകാം കേട്ടോ. 27 November 2021 പേഷ്യൻറ്റിന് മൈൽഡ് സ്വെല്ലിംഗ് ഓൺ ദ റൈറ്റ് ലെഗ് കണ്ടു. അതായത് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ബൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വിസിറ്റിൽ 27 November ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് പേഷ്യൻറ്റിനെ. അപ്പോൾ മൈൽഡ് സ്വെല്ലിംഗ് ഓൺ ദ റൈറ്റ് ലെഗ് വിത്ത് അൾസർ ഫോർമേഷൻ. അപ്പോൾ റൈറ്റ് ലെഗിൽ വരാൻ കാരണം എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. 2021 November തന്നെയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർജറിക്ക് ശേഷമുള്ള പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ അൾസർ ഉണ്ട്, അതുപോലെ തന്നെ മൈൽഡ് സ്വെല്ലിങ്ങും ഈ റൈറ്റ് നീയിലാണ് പറയുന്നത്. അപ്പോൾ അത് സർജറിയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ദെൻ
അപ്പം നമ്മളെന്താണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഡ്രസ്സിങ് ചേഞ്ച്ഡ്, അൾസറിൻ്റെ സൈസ് പറയുന്നുണ്ട് 2x5 mm, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ വോക്ക് വിത്ത് വോക്കർ, പേഷ്യൻ്റ് വോക്കർ യൂസ് ചെയ്തിട്ടാണ് വോക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദെൻ December 2, 2021 അൾസർ ഇൻഫെക്റ്റഡ് ആയി. ദെൻ വൂണ്ട് സ്വെല്ലിംഗ് ആൻഡ് ഫൗൾ സ്മെല്ല് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിന് ഓൾറെഡി ആരും ഇല്ല. അപ്പം ഓൾറെഡി അൾസർ എന്തായി, ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുള്ള അൾസറിനെ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അൾസറിൻ്റെ അവസ്ഥ. അതായത് അൾസർ ഇൻഫെക്റ്റഡ് ആയി, വൂണ്ടിൻ്റെ സ്വെല്ലിംഗ് ഉണ്ട്, അതുപോലെ ഫൗൾ സ്മെല്ലുണ്ട്. ഓക്കെ, December 10 എന്താണ് അൾസർ സൈസ് ഇൻക്രീസ്ഡ് ആയി, അതായത് 4x5 mm ആയി. എക്സുഡേറ്റ് നോട്ടഡ്, എക്സുഡേറ്റ് എന്ന് പറഞ്ഞാൽ പസ് ഫോർമേഷൻ ഉണ്ട്. ദെൻ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ത് ചെയ്തു, ജിപിനെ ഇൻഫോം ചെയ്തിട്ട് ഫ്ലൂക്കോണോസാൾ, അതായത് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റിഫംഗൽ മെഡിസിൻ ആണല്ലോ, 500 mg ഫോർ 5 days ആണ് അത് GP പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്. പക്ഷേ അത് 5 daysലേക്കാണ്. അപ്പോൾ ഓൾറെഡി ഫ്ലൂക്കോണോസോളായിട്ട് ട്രീറ്റഡ് ആണ് അല്ലേ, അൾസർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എഴുതി നോക്കി ഓൾറെഡി അൾസർ ഉണ്ടായിരുന്നു, ജസ്റ്റ് അത് ട്രീറ്റഡ് വിത്ത് ഫ്ലൂക്കോണോസോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഹോം കെയർ മാനേജർക്ക് ഇനി അത് ഫ്ലൂക്കോണോസോൾ കൊടുത്തിരുന്നു 5 ദിവസത്തേക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഇതൊരു കണ്ടിന്യൂസ് ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇവിടെ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി December 20, അതായത് 2021 December 20 പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതായത് വാക്കിംഗ് എക്സസൈസസ്, കംപ്രഷൻ ബാൻഡേജസ് 2 times per week, അത് 2 times per week, അതായത് ട്വൈസ് വീക്കിലി എന്താണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ കംപ്രഷൻ ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ വാക്കിംഗ് എക്സസൈസിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷൻ്റെ കാര്യം പറയുന്നുണ്ട് December 20. അത് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം അവിടെ നമുക്ക് ഇനി അഡ്മിഷനായി ഡിസ്ചാർജ് ആയി അങ്ങനത്തെ കാര്യം ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ January 8, അതായത് ഇന്ന്. അതിന് മുന്നേ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സിൻ്റെ കാര്യം പറയുന്ന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് പേഷ്യൻ്റ് പെയിൻ ഡിക്രീസ്ഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി January 8, അതായത് ഇന്നാണ് ഇന്നത്തെ എൻ്റെ വിസിറ്റിൽ, അത് ഇന്നാണ് ഞാൻ ലെറ്റർ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിസിറ്റിൽ അൾസർ സൈസ് ഡിക്രീസ്ഡ് ടു 2x1. അപ്പോൾ പേഷ്യൻ്റെ അൾസർ ഇടയ്ക്ക് വെച്ച് കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെയും കൂടി, അങ്ങനെ ഒരു ഇതിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് അവസ്ഥ, പേഷ്യൻ്റെ അൾസർ സൈസ് കുറഞ്ഞിട്ടുണ്ട്, 2x1 ആയിട്ടുണ്ട്. പ്ലസ് പെയിൻ ഡിക്രീസ്ഡ് ആണ്, മൊബിലിറ്റി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, പേഷ്യൻ്റെ മൊബിലൈസേഷൻ ഒക്കെ ആയിട്ടുണ്ട്, അതായത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ പ്രോഗ്രസ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അൾസർ ഡെവലപ്പ് ചെയ്ത കാര്യവും അതുപോലെ തന്നെ അൾസർ നമ്മൾ ജസ്റ്റ് കൊടുത്ത ട്രീറ്റ്മെൻറ്റും ഇങ്ങനെ ഓരോ വിസിറ്റിലും ഓരോന്നെടുത്ത് പറയാതെ അൾസർ ഡെവലപ്പായി എന്താണ് ഫർദർ വിസിറ്റിൽ എന്താണ് നമ്മൾ ഇൻഫെക്ഷൻ നോട്ടീസ് ചെയ്തു. ദെൻ GPയുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത ഫ്ലൂക്കോണോസോൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ GPനെ ഇൻഫോം ചെയ്തു, പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് കൊടുത്തു, ട്രീറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ അങ്ങനെ മാത്രം എഴുതിയാൽ മതിയാകും. ഓരോ ഡേറ്റ് എടുത്ത് എഴുതേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ ഇനി പേഷ്യൻറ്റ് നമ്മൾ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പേഷ്യൻറ്റ് 3 ദിവസം കഴിഞ്ഞിട്ട്, അതായത് 11th പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 8th നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പം ഇതിനകത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. മോണിറ്റർ അൾസർ, എന്തൊക്കെയാണ് നേഴ്സിംഗ് കെയർ ഹോം മാനേജർക്ക് മെയിനായിട്ട് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, മോണിറ്റർ അൾസർ. ദെൻ പ്രൊവൈഡ് കംപ്രഷൻ സ്റ്റോക്കിംഗ് 2 times every week, അപ്പോൾ വീക്ക്ലി 2 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ദെൻ കണ്ടിന്യൂ ദ ഹൈപ്പർടെൻഷൻ മെഡിക്കേഷൻസ്, അത് ഞാൻ പറഞ്ഞല്ലോ അമിലോഡിപ്പിൻ, അത് നമ്മൾ അമിലോഡിപ്പിൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ ദ ഹൈപ്പർടെൻഷൻ മെഡിക്കേഷൻ എന്ന് എഴുതിയാൽ മതി. അതെല്ലാം അമിലോഡിപ്പിൻ നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്താലും മതി. അപ്പം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ലെറ്റർ ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഇവിടെ വിൽ ബി ട്രാൻസ്ഫേർഡ് ആണ്, അതായത് ഇപ്പോൾ നമ്മൾ മിസ്റ്റർ എക്സ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇപ്പോൾ January 8 പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബീങ് ട്രാൻസ്ഫേർഡ്, മിസ്റ്റർ എക്സ് ഈസ് അല്ലെങ്കിൽ ഇവിടെ മിസ്സിസ് എക്സ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് 11th ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താണ്, അപ്പോൾ വിൽ ബി ട്രാൻസ്ഫേർഡ് ആണ്, അത് എപ്പോഴും ശ്രദ്ധിക്കുക, വിൽ ബി ആണെന്നുള്ള ഓർക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡിൻ്റെ സ്പെല്ലിംഗ് ഓർക്കുക, FERRED ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്. ഇപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് റഫേർഡ്, ട്രാൻസ്ഫേർഡ് എന്നൊക്കെ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്ന സ്പെല്ലിങ്സ് ആണതെല്ലാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ലെറ്റർ എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിസ് എക്സ് എന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് ട്രാൻസ്ഫർ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം, ദിസ് ഈസ് ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് ടു ട്രാൻസ്ഫർ മിസ്സിസ് എക്സ് ഹൂ റിക്വയർസ്, എന്താണ് നമുക്കിവിടെ എന്താണ് നമ്മുടെ പർപ്പസ് ആയിട്ട് വരുന്നത്,
കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂഡ് കെയർ ആൻഡ് മോണിറ്ററിംഗ് എന്നുള്ള കാര്യത്തിൽ എഴുതാം. ഇവിടെ ഷീ ഈസ് റിക്കവറിംഗ് ഫ്രം നീ റീപ്ലേസ്മെന്റ് സർജറി, അങ്ങനെ ഇതിനേക്കാളും നല്ലത് റിക്കവറിംഗ് ഫ്രം നീ അൾസർ സെക്കൻഡറി ടു നീ റീപ്ലേസ്മെന്റ് സർജറി, അങ്ങനെ നമുക്ക് എഴുതി എഴുതാം കേട്ടോ. അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറിന്റെ കാര്യം ആദ്യം പറയാതെ നേരെ നമുക്ക് പേര് വെച്ച് മിസ്സിസ് എക്സ് റിക്വയർസ് എന്നുണ്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഷീ ഈസ് റെഡി ഫോർ ട്രാൻസ്ഫറിങ്, അല്ലെങ്കിൽ ഒന്നീ അങ്ങനെ ഇതാ ഷീ ഈസ് റെഡി ഫോർ ട്രാൻസ്ഫറിങ് ഓൺ ജനുവരി 11th എന്നുള്ള കാര്യം എഴുതാം. അതല്ലെങ്കിൽ ഷീ വിൽ ബി ട്രാൻസ്ഫേർഡ് ഓൺ ജനുവരി 11th, ഇങ്ങനെ എഴുതാം. ഷീ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു യുവർ ഫെസിലിറ്റി ഓൺ ജനുവരി 11th. അങ്ങനെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ട്രാൻസ്ഫർ ലെറ്റർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് യാതൊരു ആവശ്യമില്ല കേട്ടോ, നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ ഒമിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററിയിൽ മദറിൻ്റെയും ഫാദറിൻ്റെയും ഡെത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള അബ്ഡോമിനൽ സിസ്റ്റ്, അതുപോലെ ഫാദറിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററിയിലെ പേഷ്യൻ്റെ ഒരു വിഡോ ആണ്, ലീവ്സ് അലോൺ ആണ്, നോ ചിൽഡ്രൻ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബർഗ്ലർ അറ്റാക്ക്, അതിനെക്കുറിച്ച് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് പേഷ്യൻസ് ഓൺ ഡിസിഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്ന് പറയാൻ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസോ അതല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റ് സർജറിയുടെ കാര്യം അവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണെങ്കിൽ നീ റീപ്ലേസ്മെന്റ് സർജറി 2021 നവംബറിൽ നടന്നു എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അധികം നാളായിട്ടില്ല, ഡിസംബർ ആൻഡ് ജനുവരി 8-നാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ 2 months ബിഫോർ നടന്നിട്ടുള്ള ഒരു സർജറി ആയതുകൊണ്ട് നമുക്കത് ഇൻഫോം ചെയ്യാം. പക്ഷേ ഓസ്റ്റിയോആർത്രൈറ്റിസ് സിൻസ് 2018 തൊട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദെൻ പക്ഷേ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ ഡേറ്റും കൂടി മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വിസിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ഇന്ന ദിവസമായിരുന്നു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഹോം വിസിറ്റ് നടത്തിയിരുന്നു, മൾട്ടിപ്പിൾ വിസിറ്റ്സിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ജസ്റ്റ് ചുരുക്കി ഒരൊറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാവും കേട്ടോ. അൾസർ ഡെവലപ്പ് ചെയ്തത് കണ്ടു, അല്ലെങ്കിൽ ഡ്യൂറിങ് മൈ ഇനീഷ്യൽ വിസിറ്റ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ഇനീഷ്യൽ വിസിറ്റ് എന്താണ് ഫസ്റ്റ് അൾസർ ഫോർമേഷൻ ഉണ്ടായിരുന്നു, ദെൻ അൾസർ വേഴ്സൺ ആയി, ഇൻഫെക്റ്റഡ് ആയി, ദെൻ എന്താണ് ജിപിയുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ഫ്ലൂക്ലോണാസോൾ കൊടുത്ത് ട്രീറ്റഡ് ആണെന്നുള്ള കാര്യം മാത്രം. അങ്ങനെ അല്ലാതെ ഓരോ തവണ പോയി ഓരോ സൈസ് കൂടി കുറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. കാരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ അൾസർ എന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ അൾസർ ഡിക്രീസ്ഡ് ആണ് അല്ലേ, അൾസറിന് സൈസ് കുറഞ്ഞിട്ടുണ്ട്, പെയിൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് അൾസറുള്ള കാര്യം ജസ്റ്റ് ഇൻഫോം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊരു കുഞ്ഞൊരു നോട്ടായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ദെൻ ഡിസ്ചാർജ് റെക്കമെൻഡേഷനിൽ കറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. ആ പ്ലാൻ അതേപോലെ നമ്മൾ എഴുതാം കേട്ടോ. നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള കാര്യം അൾസർ, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യം ഹൈപ്പർ ടെൻഷൻ മെഡിക്കേഷൻ, ദെൻ എന്താ കൊടുക്കാനുള്ളത് പ്രൊവൈഡ് കംപ്രഷൻ സ്റ്റോക്കിംഗ് സ്റ്റോയ്സ് വീക്ക്ലി എന്നുള്ള കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഡിസ്ചാർജ് റെക്കമെൻഡേഷനിൽ എഴുതുക. പിന്നെ ഇൻട്രൊഡക്ഷൻ പേരയിൽ കണ്ടിന്യൂയിങ് കെയർ ആണെങ്കിൽ ഓൺഗോയിങ് കെയർ ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂയിങ് കെയർ ചെയ്ത് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കുക, പാരഫ്രൈസ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ഡേറ്റ് കാണുമ്പോൾ തന്നെ എല്ലാവരും പാനിക് ആവാതിരിക്കുക. നമ്മുടെ ഇവിടെ ഈ കാര്യത്തിൽ ഒരു ഡേറ്റും ഇവിടുത്തെ ഡേറ്റിൽ ആകെ ഇമ്പോർട്ടൻസ് ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ജനുവരി 8 എക്സാം എഴുതുന്ന ഡേറ്റ്, ജനുവരി 11 പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം, ദെൻ നവംബർ 2021 നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വിസിറ്റ് ഇനീഷ്യൽ വിസിറ്റ് വേണമെങ്കിൽ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ കൂടിയും നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി വിസിറ്റ് ചെയ്തെന്നുള്ള അങ്ങനെ, അതായത് ഇപ്പോൾ സർജറിയുടെ ഡേറ്റ് നമ്മൾ 2021 നവംബറിൽ സർജറി കഴിഞ്ഞതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഓൾറെഡി എങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലേ. പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റിൽ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എന്നല്ല, പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഡ്യൂറിങ് ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ഹോം വിസിറ്റ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഷീ വാസ് എന്താ സ്റ്റേബിൾ ആയിരുന്നു, പക്ഷേ ആ ഒരു രീതിക്ക് എഴുതാം, മനസ്സിലായോ. അപ്പോൾ ഇന്നത്തെ ഈ ലെറ്റർ ശരിക്കും പറഞ്ഞാൽ ലെറ്റർ ഈസി ആയിരുന്നു. പക്ഷേ ലെറ്ററിന് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലെറ്ററിൻ്റെ ടാസ്കിൻ്റെ ലെങ്ത്തോ അതല്ലെങ്കിൽ ഒത്തിരി ഡേറ്റ്സോ കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക ടെൻസ്ഡ് ആവാതെ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പർപ്പസ് എന്താ നോക്കുക, പേഷ്യൻ്റെ കണ്ടീഷൻ, റിസീവർ, നമ്മളുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ റോള്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നോൺ ആണോ അൺനോൺ കേസ് ആണോ, ടൈപ്പ് ഓഫ് ലെറ്റർ, റെഫറൽ ആണോ, ട്രാൻസ്ഫർ ആണോ, എന്താണ് ഡിസ്ചാർജ് ലെറ്റർ ആണോ എന്താണെന്നുള്ള കാര്യം നോക്കുക. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് പെട്ടെന്ന് റെലവൻ്റ് ആൻഡ് ഇറലവൻ്റ് ആയിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ലോജിക്കൽ ഫ്ലോ അനുസരിച്ചിട്ട് ലെറ്റർ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ലെറ്റർ ഈസി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെയും തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനി നിങ്ങൾ സപ്പോർട്ട് തുടരുക.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.